ഹായ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പം, അതായത് നമ്മൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുമ്പോഴത്തേനും നമ്മൾ മസ്റ്റായിട്ടും കഴിക്കേണ്ട കുറച്ച് ഫുഡുകളുണ്ട്, മസ്റ്റായിട്ടും അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് ഫുഡുകളുണ്ട്. അപ്പം ഞാൻ എപ്പോഴും മസ്റ്റായിട്ട് കഴിക്കേണ്ട ഫുഡുകൾ എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകളാണെന്ന് എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട്. നമ്മൾ എടുക്കുന്ന എല്ലാ മീലിലും പ്രോട്ടീൻസ് ഉൾപ്പെടുത്തണം എന്നൊക്കെ ഞാനിങ്ങനെ പറയാറുണ്ട്. പക്ഷേ ഈ പ്രോട്ടീൻസ് തന്നെ രണ്ട് തരത്തിലുണ്ട്. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള, നമുക്ക് വെയിറ്റ് ലോസ് തരുന്ന, നമ്മുടെ വയറൊക്കെ നല്ല ഫുള്ളാക്കി വെക്കുന്ന പ്രോട്ടീൻസും ഉണ്ട്. അതല്ലാതെ നമുക്ക് വെയിറ്റ് ഗെയിനിലേക്ക് പോകേണ്ട രീതിയിലുള്ള പ്രോട്ടീൻസും ഉണ്ട്. അങ്ങനെ രണ്ട് തരത്തിലുള്ള പ്രോട്ടീൻസ് ഉണ്ട്. അപ്പം ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻസ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഒന്നാമതായിട്ട് നമുക്ക് എഗ്ഗ് ഒരു നല്ല പ്രോട്ടീനാണ്. ഇപ്പം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എഗ്ഗ് എന്ന് പറയുന്ന ഒരു നല്ല പ്രോട്ടീനാണ്. ചിക്കൻ ബ്രസ്റ്റ് നല്ല പ്രോട്ടീനാണ്. പിന്നെ പനീർ, പിന്നെ നമ്മുടെ തോഫു, പിന്നെ അങ്ങനെയുള്ള എന്താ പറയുന്ന കാര്യങ്ങൾ, യോഗേർട്ട്, ഗ്രീക്ക് യോഗേർട്ട്, അതൊക്കെ നല്ല പ്രോട്ടീനിൽ ഉൾപ്പെടുത്തുന്ന കാര്യമാണ്. പിന്നെ അതല്ലാതെ പയറുപരിപ്പ് വർഗ്ഗങ്ങൾ, വെജിറ്റേറിയൻസിൻ്റെ കാര്യം പറയുമ്പോൾ പയറുപരിപ്പ്, ചിക്പി, നമ്മുടെ വൈറ്റ് ചന നല്ല പ്രോട്ടീനാണ്. അപ്പം ഇതെല്ലാമാണ് നല്ല പ്രോട്ടീനിൽ വരുന്ന കാര്യങ്ങൾ. പിന്നെ അൺഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ അത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ഗെയിൻ ആണ് ഉണ്ടാകാൻ പോകുന്നത്. അതായത് അൺഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീനിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്നതാണ് പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ്. അതായത് ഈ സോസേജ് പോലുള്ള കാര്യങ്ങൾ, അതിനകത്ത് അത് പ്രോട്ടീൻ എന്ന തൊണ്ടെന്ന് പറഞ്ഞാൽ മീറ്റാണ്. ഇപ്പോൾ പ്രോസസ്ഡ് ആയിട്ടുള്ള ചിക്കൻ സോസേജ് ആണെന്ന് പറഞ്ഞാലും അത് അൺഹെൽത്തി ആണ്. പിന്നെ അതുപോലെ വരുന്നതാണ് എന്താ പറയുന്നത്, ഈ ഫ്രൈഡ് ആയിട്ടുള്ള, ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള ചിക്കൻ, ഫിഷ്, ചിക്കൻ, മട്ടൻ, എന്താണേലും അത് ഡീപ്പ് ഫ്രൈഡ് ആണെങ്കിൽ അത് നമുക്ക് വെയിറ്റ് ഗെയിനിലേക്കാണ് അത് പോകുന്നത്. പിന്നെ ഉള്ളത് ഡയറി പ്രൊഡക്ട്സിൽ തന്നെ ഫുൾ ക്രീം മിൽക്ക് എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ പാല് കുടിക്കുന്ന, ഞാൻ പാല് കുടിക്കുന്ന ഒരു ആളാണ്. അപ്പം ഞാൻ എപ്പോഴും ലോ ഫാറ്റ് മിൽക്കാണ് ചൂസ് ചെയ്യുന്നത്. ലോ ഫാറ്റ് മിൽക്കിലാണ് ഞാൻ എൻ്റെ വീഡിയോസ് ഫുഡ് റൂട്ടീൻ്റെ ഒക്കെ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ലോ ഫാറ്റ് മിൽക്ക് ഒരു ശകലത്തിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പൊടികൾ കലക്കി കുടിക്കുന്നുണ്ട്. അപ്പം അത് ഫുൾ ക്രീം മിൽക്ക് ആണെങ്കിൽ അത് വെയിറ്റ് ഗെയിന് ഇത് ചെയ്യും. പിന്നെ ചീസ്, അങ്ങനെയുള്ള ഡയറി പ്രോഡക്ട്സിൽ വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വെയിറ്റ് ഗെയിനിലേക്ക് പോകും. പിന്നെ ഉള്ള പ്രോട്ടീനിൽ നമ്മൾ കഴിക്കാം, പക്ഷെ അതൊരു ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം വരുന്ന, വെയിറ്റ് ഗെയിനിലേക്കും പോകുന്ന ചില പ്രോട്ടീൻസ് ആണ് നമ്മുടെ ബീഫും മട്ടനും ഒക്കെ. അതൊന്നും ഡെയിലി കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഡെയിലി കഴിച്ചാൽ അതൊക്കെ ഡെയിലി എക്സസ് എമൗണ്ടിൽ കഴിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വെയിറ്റ് ഗെയിനിലേക്കാണ് പോകുന്ന പറയുന്നത്, ഈ ബീഫും മട്ടനും ഒക്കെ. പക്ഷെ ചിക്കൻ പറയുമ്പം, ചിക്കൻ ബ്രസ്റ്റ് എന്ന് പറയുന്നത് അതൊരു ലീൻ പ്രോട്ടീനാണ്. അത് എന്താ പറയുന്നത്, നമുക്ക് ഇപ്പം ഡെയിലി ചിക്കൻ ബ്രസ്റ്റ് എടുത്താലും കുഴപ്പമില്ല, നമുക്ക് വണ്ണം വെക്കത്തില്ല. അതൊരു നല്ല പ്രോട്ടീനാണ്. അത് നമ്മുടെ മസിൽ ലോസിനൊക്കെ ഭയങ്കര നല്ലതാണ് ഈ ചിക്കൻ ബ്രസ്റ്റ് എന്നുള്ള കാര്യവും. പിന്നെ അതുപോലെ എഗ്ഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ ബീഫും മട്ടനും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് ഇൻ എ മന്ത് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ അത് ഡെയിലി ആകുമ്പോഴത്തേനും അതിൻ്റെ സൈഡ് എഫക്ട്സ്, നമ്മൾ ഡെയിലി മട്ടനും ബീഫും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചിക്കൻ കഴിക്കുന്ന പോലെയല്ല, അത് നമ്മുടെ എന്താ പറയുന്നത് വെയിറ്റ് ഗെയിനിലേക്കാണ് അത് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. അങ്ങനെ രണ്ട് തരത്തിൽ തന്നെയുണ്ട് ഈ നമ്മൾ കഴിക്കണം എന്ന് പറയുന്ന ഫുഡുകളും രണ്ട് തരത്തിൽ തന്നെയുണ്ട്. അപ്പം അത് നല്ല രീതിയിൽ ചൂസ് ചെയ്ത് വേണം കഴിക്കാൻ. അപ്പം ഡെയിലി ഇങ്ങനെ, അപ്പം ചിക്കൻ ഫ്രൈ ആണെന്ന് പറഞ്ഞാലും അത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തതാണെങ്കിൽ അതൊരു നല്ല പ്രോട്ടീൻ അല്ല. അത് ഡീപ്പ് ഫ്രൈ ചെയ്ത ചിക്കൻ ആണെങ്കിൽ അത് ഷാലോ ഫ്രൈ ചെയ്യുകയോ അല്ലെങ്കിൽ അത് കറിയാക്കി കഴിക്കുകയോ, അല്ലെങ്കിൽ വളരെ കുറച്ച് എണ്ണയിലല്ല, നമുക്ക് കുറച്ച് ബട്ടറിൽ അല്ലെങ്കിൽ എയർ ഫ്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ കുറച്ച് ബട്ടറിൽ എന്താ പറയുന്നത് ഷാലോ ഫ്രൈ ചെയ്ത് സ്ലോ കുക്ക് ചെയ്ത് നമുക്കിങ്ങനെ ഒരു ഫ്രൈ രീതിയിലൊക്കെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്താ പറയുന്നത് ഒരു നല്ല പ്രോട്ടീനാണ്. അത് ഡീപ്പ് ഫ്രൈ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ KFC പോലുള്ള സംഗതികൾ അതൊക്കെ അൺഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീനുകളാണ്. അപ്പം അങ്ങനെ രണ്ട് തരത്തിലുള്ള പ്രോട്ടീൻ ഉണ്ട്. അപ്പം രണ്ട് തരത്തിലുള്ള, നമുക്ക് പ്രോട്ടീനെ തന്നെ രണ്ട് തരത്തിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതിൽ നല്ല ഫുഡ് നിങ്ങൾ എന്താ പറയുന്നത് കഴിക്കണം. ഈ പ്രോട്ടീൻ എന്തായാലും എല്ലാവരും ഓരോ മീലിലും കുറച്ച് പ്രോട്ടീൻ
എടുക്കാൻ ഡെയിലി ഇപ്പം ഡെയിലി 3 നേരം ചിലപ്പം നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്കതൊന്നും വെക്കാനൊന്നും പറ്റിയില്ലെങ്കിലും നമുക്ക് സമയമുള്ളപ്പോഴെല്ലാം ആ ഒരു രീതിയിൽ ഫുഡ് കഴിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ്. ഇനിയും അങ്ങനെ തന്നെയാണ് ഈ ഫാറ്റിൻ്റെ കാര്യം. ഹെൽത്തി ഫാറ്റ്സ് എന്ന് പറയുന്നത് ഭയങ്കര നല്ലതാണ് നമ്മുടെ വെയിറ്റ് ലോസിന്. ഹെൽത്തി ഫാറ്റുകൾ അടങ്ങിയ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനും നല്ലതാണ്, നമ്മുടെ ഹാർട്ട് ഹെൽത്തിനും നല്ലതാണ്, നമ്മുടെ വെയിറ്റ് ലോസിനും നല്ലതാണ്. എപ്പോഴും ഫാറ്റ് എന്ന് കേൾക്കുമ്പോഴത്തേക്കിനും എല്ലാവർക്കും വേറൊരു എന്താ പറയുന്നത്, അതൊരു ഇതായിട്ടാണ് കാണുന്നത്. ഫാറ്റി ഫുഡ് എന്ന് പറയുമ്പം അതിൽ നല്ല ഫാറ്റുകൾ നമ്മുടെ ശരീരത്തിന് ഭയങ്കര നല്ലതാണ്. ഈ നട്ട്സിൽ ഒക്കെ കാണുന്നതെന്ന് പറയുന്നത് നല്ല ഫാറ്റുകളാണ്. ഈ നമ്മൾ കഴിക്കുന്ന വാൾനട്ട്, ബദാം, സീഡ്സ്, നട്ട്സ് അതിലൊക്കെ ഗുഡ് ഫാറ്റ്സ് ആണ്. അതൊക്കെ ഡെയിലി ഒരു എന്ന് വെച്ചാൽ ഒത്തിരി ആയി പോകല്ല. ഒത്തിരി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ഒരു വെയിറ്റ് ഗെയിനിലേക്കായിരിക്കും പോകുന്നത്. അതൊരു അളവ് വരെ, ഒരു അളവിൽ നമുക്ക് ഒരു ദിവസം കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഒരു 1.5 സ്പൂൺ ഒരു ദിവസം ഒരു നട്ട്സിൻ്റെ പൗഡർ കഴിക്കുക, അല്ലെങ്കിൽ ഒരു ഹാൻഡ് ഫുൾ ഓഫ് നട്ട്സ് കഴിക്കാമെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. നട്ട്സ് ആൻഡ് സീഡ്സ് ഒരു ഹാൻഡ് ഫുൾ ഓഫ് ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് ഹെൽത്തി ഫാറ്റാണ്. പിന്നെ ഈ ഗീ, ബട്ടർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്താ പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റുകളാണ്. ഗീ, ബട്ടർ, കോക്കനട്ട് ഓയിൽ ഇതൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റുകളാണ്. അത് മോഡറേഷനിൽ കഴിക്കണം. ഒത്തിരി ഇപ്പം ഇത് തന്നെ ഈ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് ആണെന്ന് പറഞ്ഞാലും അത് ഇപ്പം കുറേ നെയ്യ് ഒഴിച്ച് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്ത് കഴിയുക, കുറേ നെയ്യ് ഒഴിച്ച് ലഡു തിന്നുക, അതെല്ലാം അൺഹെൽത്തിയാണ്. അതൊക്കെ നമ്മൾ ഡെയിലി ഒരു എന്താ പറയുന്നത് ഒരു സ്പൂൺ ഗീ നമ്മുടെ ഉള്ളിൽ ചെന്നുകൊണ്ട് ഒരു കുഴപ്പവും വരാനില്ല, വണ്ണം വയ്ക്കൊന്നുമില്ല. അത് നമുക്ക് ഭയങ്കര നല്ലതാണ്. അല്ലെങ്കിൽ ഒരു ശകലം ബട്ടർ കഴിച്ചോന്ന് വിചാരിച്ച് ഒന്നും നമുക്ക് പറ്റാനില്ല. കോക്കനട്ട് ഓയിലിൻ്റെ കേസ് അത് തന്നെയാണ്. ഈ റിഫൈൻഡ് ഓയിൽസ് ആണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട മെയിനായിട്ടുള്ള കാര്യം. നമ്മൾ ഈ സൺഫ്ലവർ ഓയിൽ, പാം ഓയിൽ, വനസ്പതി, ഡാൽഡ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളില്ലേ, അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം. സൺഫ്ലവർ ഓയിൽ എന്ന് പറയുന്നത് ഇപ്പം എന്താ പറയുന്നത് മോഡറേഷനിൽ കുറച്ച് വല്ലപ്പോഴും മാസത്തിലൊരിക്കലൊക്കെ ഇപ്പം എന്താ പറയുന്നത് ഒരു പൂരി ഉണ്ടാക്കാനോ അങ്ങനെ വല്ല ഉപയോഗിച്ചുകൊണ്ട് കുഴപ്പമില്ല. ഡെയിലി ഈ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നത് ആക്ച്വലി നല്ലതല്ലെന്നാണ് പറയുന്നത്. അത് റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽസ് ഉപയോഗിക്കുന്നത് നല്ലതല്ലെന്നാണ് പറയുന്നത്. ഞാൻ നമ്മൾ ഡെയിലി കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചാൽ അത്രയും കുഴപ്പമില്ലെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നതും. എൻ്റെ ഒരു ഇതും അങ്ങനെ തന്നെയാണ്. അതല്ലാതെ ഡെയിലി ഇപ്പോൾ സൺഫ്ലവർ ഓയിലിൽ കുക്ക് ചെയ്യുന്ന അത്ര നല്ല കാര്യമല്ല, റിഫൈൻഡ് ഓയിൽസിൽ കുക്ക് ചെയ്യുന്ന അത്ര നല്ല കാര്യമില്ലെന്നാണ് പറയുന്നത്. പിന്നെ ഡെയിലി ഇപ്പം ഒരു സ്പൂൺ എന്താ പറയുന്നത് ഒരു ശകലം ഗീ, ഇപ്പോൾ 2 ദോശയിൽ 2 തുള്ളി നെയ്യ് ഇറ്റിച്ച് കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഇപ്പം നിങ്ങൾ വണ്ണം വയ്ക്കാൻ പോകുന്നില്ല. നമ്മളിപ്പം ദോശ കഴിച്ചു, ദോശയാണ് ഇപ്പോൾ റാഗി ദോശയാണേലും എന്ത് ദോശയാണേലും ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ദോശ കഴിക്കുക, അല്ലെങ്കിൽ 2 ചപ്പാത്തി കഴിക്കുക, അതിൻ്റെ മുകളിൽ 2 തുള്ളി നെയ്യ് തൂത്തു എന്ന് പറഞ്ഞ് നമുക്ക് വണ്ണം വയ്ക്കാൻ പോകുന്നില്ല. നെയ്യും ബട്ടറും ഒക്കെ ഒരു നല്ല എന്താ പറയുന്നത് നല്ല ഫാറ്റിൽ ഉൾപ്പെടുന്ന കാര്യമാണ് ഇൻ മോഡറേഷൻ. അതായത് എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്, ആ ലിമിറ്റിൽ കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഹെൽത്തി ഫാറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുക, അൺഹെൽത്തി ഫാറ്റ്സ് ഒഴിവാക്കുക തന്നെ ചെയ്യണം. അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളിലൊന്നാണ് ഈ അൺഹെൽത്തി ഫാറ്റ് എന്ന് പറയുന്നത്. അൺഹെൽത്തി ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ റിഫൈൻഡ് ഓയിൽസും പിന്നെന്താ പറയുന്നത് ഇങ്ങനെ ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും എല്ലാം അൺഹെൽത്തി ഫാറ്റിൽ, നമ്മുടെ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന സ്നാക്സും ഇതെല്ലാം അൺഹെൽത്തി ഫാറ്റ്സിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പം അത് അവോയ്ഡ് ചെയ്യുക. ഹെൽത്തി ഫാറ്റ് ഡെയിലി ഇൻക്ലൂഡ് ചെയ്താൽ നമ്മുടെ വയറ് നമുക്ക് ഈ പറഞ്ഞ നമ്മൾ നല്ല പ്രോട്ടീൻ കഴിക്കുന്ന എന്ന് വെച്ചാൽ പ്രോട്ടീൻ കഴിക്കുമ്പോൾ നമ്മുടെ വയറ് നിറഞ്ഞിരിക്കുമെന്ന്, നമുക്ക് കുറേ നേരം വിശക്കാതെ നമ്മുടെ വയറിങ്ങനെ ഫുള്ളായിട്ടിരിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഹെൽത്തി ഫാറ്റിൻ്റെ കേസും. അതും നമ്മുടെ വയറിങ്ങനെ ഫുള്ളായിട്ടിരിക്കും. നമ്മൾ എന്താ പറയുന്നത് നമുക്ക് കുറച്ച് നേരം ഹെൽത്തി ഫാറ്റ്സ് ഒക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കുറച്ച് നേരം നമുക്ക് വിശക്കത്തില്ല. അപ്പം അങ്ങനെ 2 കാര്യങ്ങളാണ്. അപ്പം പ്രോട്ടീൻ്റെ കാര്യത്തിലും അതെ, ഫാറ്റിൻ്റെ കാര്യത്തിലും അതെ. പ്രോട്ടീനും കഴിക്കുമ്പം ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ, നല്ല പ്രോട്ടീൻസ് കഴിക്കുക. ഫാറ്റ് ആണെങ്കിലും ഹെൽത്തി ഫാറ്റുകൾ കഴിക്കുക.
എന്താ പറയുന്നത് അൺഹെൽത്തി ഫാറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡീപ് ഫ്രൈഡ് ആയിട്ടുള്ള കാര്യങ്ങളും എന്താ പറയുന്നത് ബേക്കറി ഐറ്റംസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. ഈ ഹെൽത്തി ഫാറ്റ്സിന് വേറൊരു എന്താ പറയുന്നത് ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഹെൽത്തി ഫാറ്റ്സ് ഓവറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കതൊരു വെയിറ്റ് ഗെയിനിലായിരിക്കും പോകുന്നത്. അപ്പം 1 ഗ്രാം ഓഫ് ഹെൽത്തി ഫാറ്റ് എന്ന് പറയുന്ന ഏകദേശം 9 കലോറിയൊക്കെയാണ്. അപ്പം അത്രയും കലോറി നമ്മൾ കഴിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഹെൽത്തി ഫാറ്റ് ഓവറാക്കി വെക്കാതിരിക്കുക. അങ്ങനെ ഓവറാക്കി വെച്ച് കഴിഞ്ഞാൽ ഡൈജസ്റ്റീവ് ഇഷ്യൂസും ഈ പറഞ്ഞ പോലെ ഉണ്ടാകും. കാരണം ഹെൽത്തി ഫാറ്റ്സ് ഒക്കെ ഡൈജഷൻ സ്ലോ ആയിട്ടാണ്, സ്ലോലിയേ നമ്മുടെ ഡൈജഷൻ നടക്കത്തുള്ളൂ, എന്താ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുമ്പം. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഹെൽത്തി ഫാറ്റ്സ് കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ബ്ലോട്ടിങ്ങും ഗ്യാസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ നല്ല ചാൻസാണ്. അതുകൊണ്ട് അത് ഹെൽത്തി ഫാറ്റ് എപ്പോഴും അമിതമാകാതെ സൂക്ഷിക്കുക. ഒരളവിന് എന്നും നമ്മൾ ഈ ഹെൽത്തി ഫാറ്റ് കഴിക്കുകയും ചെയ്യണം. എന്നാൽ അത് കൂടിപ്പോകാനും പാടില്ല. അങ്ങനെ വേണം വെയിറ്റ് ലോസുകാർ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അത് ഉൾപ്പെടുത്തുകയും വേണം, എന്നാൽ കളയാനും പാടില്ല. അപ്പോൾ ഹെൽത്തി ഫാറ്റിൽ വരുമ്പോൾ, ഹെൽത്തി ഫാറ്റ് എന്ന് പറയുമ്പോഴത്തേനും ഞാൻ പറഞ്ഞല്ലോ ഗീയും ബട്ടറും ഒക്കെ ഹെൽത്തി ഫാറ്റിൽ വരും. പിന്നെ ഫിഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ മത്തി ഒക്കെ ഹെൽത്തി ഫാറ്റുള്ള ഫിഷുകളാണ്. മത്തി പിന്നെ നമ്മുടെ സാൽമണിനൊക്കെ ഭയങ്കര വിലയാണ്. സാൽമണിനൊക്കെ ഹെൽത്തി ഫാറ്റുകളുള്ള ഫിഷാണ്. അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റിൻ്റെ കേസും ഇത് പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മൾ ഇപ്പം അത്രയില്ല, ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് എന്ന് പറയുമ്പം കംപ്ലീറ്റ് കാർബങ്ങ് ഒഴിവാക്കും. എന്ന് വെച്ചാൽ ഞാനൊക്കെ ഒരു എന്താ പറയുന്നത് കോളേജിൽ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ആ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ ഇപ്പം ആരെങ്കിലും ഡയറ്റ് എടുക്കുന്ന കാര്യം പറയുമ്പോൾ ഈ എല്ലാവരും ഡയറ്റ് എടുക്കാൻ, അന്നൊക്കെ എനിക്ക് ചില വണ്ണം ഉള്ളപ്പോഴൊക്കെ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്നെ ഉപദേശിക്കുന്നത് ചോറ് കഴിക്കുന്നത് കുറയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. എപ്പോഴും നമ്മളെ ഇത് പറയുന്നത് ചോറ് ഒഴിവാക്കുക, കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കി കളയാനാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ പിന്നെ ഞാൻ പറഞ്ഞില്ല, പിന്നെ ഞാൻ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കിനും അങ്ങനെ തന്നെയായിരുന്നു. ഈ കാർബ് എന്ന് പറഞ്ഞ സംഭവം എന്താ പറയുന്നത് ഒഴിവാക്കാനാണ് ഞാൻ കൂടുതലും ശ്രമിച്ചിരുന്നത്. പക്ഷെ അതെന്നെ കൊണ്ട് പറ്റിയില്ല. അത് ഒരു ബാലൻസ്ഡ് ആക്കി കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. നമ്മൾ അങ്ങനെ കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കേണ്ട ഒരു കാര്യവുമില്ല. നമ്മളത് ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകുക. അത് നമ്മുടെ ശരീരത്തിനും കാർബോഹൈഡ്രേറ്റ് വേണം, നമ്മുടെ ശരീരത്തിന് എനർജി വേണം. കാർബോഹൈഡ്രേറ്റ് ആണ് കൂടുതലും ആ ഒരു എനർജി. കാരണം കലോറി കൂടുതലുള്ളത് ഇതിനകത്തല്ലേ. അപ്പം ആ ഒരു എനർജി തരുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പം ആ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞ സംഭവം ബാലൻസ്ഡ് ആയിട്ട് കഴിക്കുക, അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ അതും ഉൾപ്പെടും. അത് ഇപ്പം അരി ആഹാരം ഒഴിവാക്കിയുള്ള ഒരു ഡയറ്റ് അല്ല. നമ്മൾ അരി ആഹാരം കഴിച്ചേ പറ്റത്തുള്ളൂ. എന്നാലേ നമുക്ക് ആ ഒരു നമുക്ക് എല്ലാം കിട്ടണം. നമുക്ക് ഇത് മാത്രമല്ല, നമുക്കൊരു എന്താ പറയുക, നമുക്ക് നല്ല ഡയറ്റ് ചെയ്യാൻ, നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് വേണം ഡയറ്റ് ചെയ്യാൻ. ആക്ച്വലി പറഞ്ഞാൽ അങ്ങനെയാണ് ഇതിന് പറയുന്നത്. നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഡയറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതെല്ലാം കഴിക്കണം. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കഴിക്കണം. അൺഹെൽത്തി ആയിട്ടുള്ളത് ഒഴിവാക്കുക. പിന്നെ ഒരു അൺഹെൽത്തി ആയിട്ട് ഇരിക്കുക. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പം ചോറെന്ന് പറയുന്ന അമിതമായിട്ട് അങ്ങ് കഴിക്കാതിരിക്കുക. അത് ഒരു പോർഷൻ, ചോറിൻ്റെ ഒരു പോർഷൻ, അതിൽ തന്നെ നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റുകൾ സിമ്പിളും കോംപ്ലക്സും ഉണ്ടെന്നാണ് പറയുന്നത്. ഈ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ആണ് പെട്ടെന്ന് നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂട്ടുന്നതും അതൊരു ഇൻസുലിൻ സ്പൈക്കിലേക്ക് വരുന്നതും പിന്നെ ആ ഇൻസുലിൻ എന്താ പറയുന്നത് പിന്നെ അത് ഒരു ഫാറ്റ് സ്റ്റോർ ചെയ്യാനുള്ള കാരണമാകുന്നതും ഒക്കെ അതുകൊണ്ടാണ്. ഈ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ്, അതായത് നമ്മുടെ വൈറ്റ് എന്താ പറയുന്നത് ഈ മൈദ, നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ആണ്. അത് പെട്ടെന്ന് നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ സ്പൈക്ക് ചെയ്യും. എന്നിട്ട് അത് ഞാൻ പറഞ്ഞ പോലെ അതൊരു ഫാറ്റ് സ്റ്റോറേജിന് കാരണമാവും. അങ്ങനെ നമുക്ക് വെയിറ്റ് കൂടും. അതൊരു കാരണമാണ്. അപ്പം കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. ഈ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് നമ്മുടെ മില്ലറ്റിലും ബ്രൗൺ റൈസിലും റെഡ് റൈസിലും അങ്ങനെയുള്ള കാര്യത്തിലും ഒക്കെ ഇരിക്കുന്നത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അപ്പം
ഈ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അതായത് മില്ലറ്റ്സ് കൂടുതൽ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെന്താണ്, റൈസിന് ഈ വൈറ്റ് റൈസ് അങ്ങ് ഒഴിവാക്കുക. വൈറ്റ് റൈസിൽ തന്നെ വേറെ കുറച്ചുകൂടി ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. വൈറ്റ് റൈസിൽ എല്ലാവരും പറയുന്നത് ബസ്മതി റൈസ്, അതായത് ഈ ലോങ് ഗ്രെയിൻ റൈസുകൾക്ക് വലിയ കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. എപ്പോഴും ഈ ഷോർട്ട് ഗ്രെയിൻ ആയിട്ടുള്ള റൈസുകളാണ് വൈറ്റ് റൈസിൽ കൂടുതലും സൂക്ഷിക്കേണ്ടതെന്നാണ് പറയുന്നത്. നമ്മുടെ ഈ വൈറ്റ് റൈസിൽ, നമ്മൾ ഈ റെഡ് റൈസിന് പകരം നമ്മളത് വരുന്ന വൈറ്റ് റൈസ് അല്ലേ, അതൊക്കെ വെയിറ്റ് ഗെയിനിന് സാധ്യമാവും. പക്ഷെ നമ്മുടെ മട്ടേരി, അതിൻ്റെ ബ്രൗൺ റൈസ്, അതൊന്നും വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങളാണ്. നമുക്ക് ഒരു നേരം ആ ഒരു റൈസിൽ റെഡ് റൈസ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഞാൻ ഈ റെഡ് റൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മട്ടേരിന് ഞാൻ ഡെയിലി ഉച്ചയ്ക്ക്, അത് ഇപ്പോഴും കഴിക്കുന്നുണ്ട്, നേരത്തെ എൻ്റെ വെയിറ്റ് ലോസിൻ്റെ സമയത്ത് ഞാൻ ഡെയിലി ഉച്ചയ്ക്ക് ചോറും കൂട്ടാനും ഒക്കെ കൂട്ടി തന്നെയാണ് ഉണ്ടോണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കാർബോഹൈഡ്രേറ്റിൻ്റെ കേസിൽ ഇങ്ങനെയുള്ള കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കാൻ ശ്രമിക്കുക. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുമ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് ആവും, എന്നിട്ടാണ് അതൊരു എനർജി ആയിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിന് സമയമെടുക്കും. പെട്ടെന്ന് ഒരു നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ സ്പൈക്ക് ചെയ്യത്തില്ല, അത് സ്ലോലി ആയിരിക്കും അതിൻ്റെ പ്രോസസ്സ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കണമെന്ന് പറയുന്നത്. അതായത് മില്ലറ്റ്സ് കഴിക്കാം, ഈ കീൻവ എന്ന് പറഞ്ഞ സംഭവം കഴിക്കാം. പക്ഷേ മില്ലറ്റ്സ് എനിക്ക് കുഴപ്പമില്ല. റാഗി, ഞാൻ എൻ്റെ വീഡിയോസ് ഒക്കെ നോക്കി അറിയാം, റാഗി കൊണ്ടുള്ള കുറേ കാര്യങ്ങൾ, റാഗി കൊണ്ട് ഞാൻ ദോശ, ഇഡ്ഡലി, പുട്ട്, ഇടിയപ്പം, ഇതെല്ലാം ഞാൻ ഉണ്ടാക്കി കഴിക്കും. പിന്നെ അതല്ലാതെ റാഗി അല്ലാതെ ഒത്തിരി ടൈപ്പ് ഓഫ് മില്ലറ്റുകളുണ്ട്, അതൊക്കെ നമുക്ക് ഈ ഒരു രൂപത്തിലാക്കി എടുക്കാം, ദോശയായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ കീൻവ എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര നല്ലതാണ്, നമുക്ക് ചോറിനെ റീപ്ലേസ് ചെയ്ത് നല്ലപോലെ കഴിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഈ കീൻവ എന്നുള്ളത്. പക്ഷേ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കീൻവയുടെ ടേസ്റ്റ് എനിക്ക് പേഴ്സണലി വലിയ ഇഷ്ടമൊന്നുമില്ല. ചില എല്ലാവർക്കും എനിക്കറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത്. ഈ കീൻവ കഴിക്കാൻ പറ്റുന്നവർ കഴിച്ചാൽ ഭയങ്കര നല്ലതാണ്, ആ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ കഴിച്ചാൽ നല്ലതാണ്. അത് ഉപ്മാവായിട്ട് അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ്. പിന്നുള്ളതെന്ന് പറയുന്നത്, പിന്നെന്താ, നമ്മുടെ ബാക്കിയുള്ള എല്ലാവർക്കും അറിയാവുന്ന നല്ല കാർബോഹൈഡ്രേറ്റുകൾ എന്ന് പറയുന്നത് ഈ ചോറിൻ്റെ തന്നെ ഇത് തന്നെയാണ്. പിന്നെ വൈറ്റ് റൈസിൽ ബസ്മതി റൈസ്, വൈറ്റ് റൈസ് കഴിക്കുന്നവർ, വെയിറ്റ് ലോസ് ചെയ്യുന്നവർ ബസ്മതി റൈസ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ ലോങ് ഗ്രെയിൻ റൈസുകൾക്കാണ് കുറച്ചുകൂടെ നല്ലത്. അങ്ങനെയാണ്. അപ്പം കാർബോഹൈഡ്രേറ്റിൻ്റെ കാര്യങ്ങൾ, അപ്പോൾ കാർബോഹൈഡ്രേറ്റ് നിങ്ങൾ കഴിക്കണം, പക്ഷെ അതിൽ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യണം നല്ല കാര്യങ്ങൾ. അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുകയും ചെയ്യണം. പിന്നെ വെജിറ്റബിൾസിൻ്റെ കേസ് വരിക. വെജിറ്റബിൾസ് എല്ലാം കഴിക്കണം എന്ന് പറഞ്ഞാലും നമ്മൾ സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെജിറ്റബിൾസിലൊന്നാണ് ഈ പൊട്ടറ്റോ. മെയിനായിട്ടും പൊട്ടറ്റോ ആണ്. ബാക്കിയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ അത്രയും കുഴപ്പം ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പൊട്ടറ്റോ നല്ല പോലെ വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ പൊട്ടറ്റോ വെയിറ്റ് ലോസ് ചെയ്യുന്നവർ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പൊട്ടറ്റോ ഈ പറഞ്ഞ പോലെ ഫുൾ ഓഫ് സ്റ്റാർച്ചാണ്. വേറെ അല്ലാതെ നമ്മൾ ഈ മണ്ണിനടിയിലായതുകൊണ്ട് അല്ലാതുള്ള ഗുണങ്ങൾ വേറെ ഉണ്ട്. എന്നാലും ഞാൻ പറയുകയാണ്, പൊട്ടറ്റോ നല്ല പോലെ വണ്ണം വയ്ക്കും. പൊട്ടറ്റോ കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് അനുഭവമുള്ള കാര്യമാണ്. നമ്മൾ പൊട്ടറ്റോ, പ്രത്യേകിച്ച് ഈ ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറഞ്ഞ സംഭവം എന്ന് പറയുന്നത് ഭയങ്കര അൺഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ പൊട്ടറ്റോ എന്ന് പറയുന്ന വെജിറ്റബിൾസിൽ ഈ പൊട്ടറ്റോ ആണ് അവോയ്ഡ് ചെയ്യേണ്ട ഒരു വെജിറ്റബിളായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന പൊട്ടറ്റോ ആണ്. ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ, പ്രത്യേകിച്ച് കുക്കുംബർ, ക്യാരറ്റ്, അങ്ങനെയുള്ള നമ്മുടെ കുമ്പളങ്ങ, വെള്ളരിക്ക, അല്ലാതെ പാവയ്ക്ക, പടവലങ്ങ, അങ്ങനെയുള്ളതെല്ലാം നമുക്ക് നല്ലോണം കഴിക്കാൻ പറ്റും. ചീര ഒരു ഭയങ്കര നല്ല ഒരു ലീഫി വെജിറ്റബിൾസ് വരുന്നതാണ് ചീര. പിന്നെ ക്രൂസിഫറസ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, അതായത് ക്യാബേജ്, കോളിഫ്ലവർ, ഇപ്പോഴാണെങ്കിൽ ബ്രോക്കോളി, ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലപോലെ കഴിക്കാൻ പറ്റും. പക്ഷേ പൊട്ടറ്റോ, ചേന, ചേമ്പ്, ചേമ്പ്, പിന്നെന്തായിരുന്നു ഈ സ്വീറ്റ് കോൺ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ
അതിൽ മെയിനായിട്ട് പൊട്ടറ്റോ അവോയ്ഡ് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു മോഡറേഷൻ, കുറച്ചൊരു എന്താ പറയുന്നത്, കുറച്ച് കഴിച്ചാൽ മതി വെയിറ്റ് ലോസ് ചെയ്യുന്നവർ. ഒത്തിരി മറ്റുള്ള പച്ചക്കറികളും ലീഫി വെജിറ്റബിൾസും ഒന്നും കഴിക്കുന്ന പോലെ കഴിക്കല്. ഇപ്പം ചോറിൻ്റെ കൂടെ ചോറും പൊട്ടറ്റോ മെഴുക്കുവരട്ടി എന്ന് പറയുന്നത് ഭയങ്കര നല്ല കോമ്പിനേഷനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ്. പക്ഷേ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ചോറും പൊട്ടറ്റോ മെഴുക്കുവരട്ടി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ചൂസ് ചെയ്യാതിരിക്കുക. ചോറിൻ്റെ കൂടെ ആ പൊട്ടറ്റോ, അപ്പം നമ്മൾ കൂടുതലും ഞാൻ ഇപ്പോൾ ചോറിനോട് കൂടുതലും ചോറിൻ്റെ അതേ ഒരു ഇതിൽ തന്നെ ഞാൻ ഇപ്പോൾ കൂട്ടാനുകൾ എടുക്കുന്നുണ്ട്. അപ്പം പൊട്ടറ്റോ ഉള്ള സംഭവം അങ്ങനെ കഴിക്കാതിരിക്കുക. ഇപ്പോൾ ചീരയും ബാക്കിയുള്ള പയറും തോരനൊക്കെ എടുക്കുമ്പം ചോറിൻ്റെ അതേ ഒരു രീതിയിൽ തന്നെ തോരനും എടുക്കുക. പൊട്ടറ്റോ നിങ്ങൾക്ക് കഴിക്കണം നിർബന്ധം ഉണ്ടെങ്കിൽ വളരെ കുറച്ച് കഴിക്കുക. ഞാൻ പറയുന്നത് വെയിറ്റ് ലോസ് ചെയ്യുന്നവർ ഈ ചോറും പൊട്ടറ്റോ ഒന്നും ഒരുമിച്ച് കഴിക്കാതിരിക്കുക. അതുപോലെ തന്നെയാണ് ടപ്പിയോക്കയുടെ കേസ് വരുന്നത്. അത് നമ്മുടെ കപ്പ കപ്പ സ്റ്റാർച്ച് ആയിട്ടുള്ള കാര്യമായിട്ട് കപ്പയും നല്ലപോലെ വെയിറ്റ് കൂട്ടും. പൊട്ടറ്റോ പോലെ തന്നെയാണ് കപ്പയും വെയിറ്റ് കൂട്ടുന്നത്. ബാക്കി ഈ ചേന ചേമ്പ് കാച്ചിൽ ആ വക കാര്യങ്ങളൊന്നും അത്രയും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അതൊരു മോഡറേഷനിൽ കഴിച്ചാൽ മതി. സ്വീറ്റ് കോണും അതുപോലുള്ള ഒരു കാര്യമാണ്. സ്വീറ്റ് കോണും ഒരു മോഡറേഷൻ, എന്താ പറയുന്ന, കുറച്ച് കഴിക്കാം, പക്ഷെ കുറച്ച് കഴിക്കുക. പൊട്ടറ്റോയും കപ്പയും വെയിറ്റ് ലോസ് ചെയ്യുന്നവർ അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ ഇപ്പം പൊട്ടറ്റോ വേണമെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാനുള്ളതേ ഉള്ളൂ. പക്ഷെ ചിലർക്കൊക്കെ കപ്പ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കപ്പയൊക്കെ കഴിക്കേണ്ടവർ അളവ് കുറച്ച് കഴിക്കുക. ചോറും കപ്പയും കൂടെ ഒരുമിച്ച് കഴിക്കാതിരിക്കുക. കപ്പ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ മീനോ അങ്ങനെയുള്ള നല്ല പ്രോട്ടീൻ കൂട്ടി കഴിക്കുക. പ്രോട്ടീൻ റിച്ച് ആയിട്ട് കഴിക്കുക കപ്പ കഴിക്കുമ്പോൾ. അതിൻ്റെ കൂടെ നല്ല മീൻകറിയും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതും കൂട്ടത്തിൽ കഴിക്കുക. മുട്ട കഴിക്കുക. അങ്ങനെ എന്തെങ്കിലും ആ ഒരു കപ്പയെ അങ്ങനെ ഒരു ബാലൻസ്ഡ് മീലാക്കി കഴിക്കുക. ചോറും കപ്പയും കൂടെ ഒരുമിച്ച് ഒരിക്കലും കഴിക്കില്ല. അത് ഭയങ്കരമായി ഒരു വെയിറ്റ് ഗെയിനിലേക്ക് പോകുന്ന ഒരു കാര്യമാണ് ചോറും കപ്പയും. അപ്പം ചോറിൻ്റെ കൂടെ കപ്പയുടെ കൂടെ ഇപ്പം നിങ്ങൾക്ക് കപ്പ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഉച്ചയ്ക്ക് നിങ്ങൾക്ക് കപ്പ ഉണ്ടെങ്കിൽ ചോറങ്ങ് ഒഴിവാക്കിയിട്ട് കപ്പയും മീനും കൂടെ കഴിക്കുക. അപ്പം അത് നല്ലതാകും. അല്ലാതെ ചോറും കപ്പയും മീനും ഇതെല്ലാം കൂടെ കൂട്ടി കഴിക്കാതിരിക്കുക. അല്ലെങ്കിൽ കപ്പയും ചിക്കൻ കറിയും കൂടെ കഴിക്കുക. കപ്പ പുഴുക്കോ ചിക്കൻ കറി അങ്ങനെയൊക്കെ കഴിക്കുക. പിന്നെ അതാണ്. അപ്പം വെജിറ്റബിൾസിൻ്റെ കാര്യത്തിൽ പറയുമ്പം വെജിറ്റബിൾസ് എന്താ പറയുന്നത് കഴിക്കണം. പക്ഷേ അതും ഇതുപോലെ ചൂസ് ചെയ്ത് തന്നെ കഴിക്കണം. നമുക്ക് കഴിച്ചാൽ വണ്ണം വെക്കാത്ത വെജിറ്റബിൾസ് വേണം കഴിക്കാൻ. പിന്നുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്രൂട്ട്സിലാണ്. ഫ്രൂട്ട്സിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മാംഗോസ് ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ വണ്ണം വെക്കും. പിന്നെ ഗ്രേപ്സ്, അത് നല്ലപോലെ നല്ല മധുരമുള്ള ഒരു കാര്യമാണ് ഈ ഗ്രേപ്സ് എന്ന് പറയുന്ന കാര്യം. അതൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മുടെ ഏത്തയ്ക്ക ഞാൻ കഴിക്കുന്നതാണ്. പക്ഷേ ഏത്തയ്ക്ക കഴിക്കുമ്പോൾ, അതായത് നമ്മുടെ നേന്ത്രപ്പഴം കഴിക്കുമ്പോഴും നേന്ത്രപ്പഴത്തിനകത്തും ഈ പറഞ്ഞ പോലെ കാർബോഹൈഡ്രേറ്റും പിന്നെ സോഡിയം പൊട്ടാസ്യം അങ്ങനെയുള്ള എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ല കാര്യമാണ് ഏത്തയ്ക്ക. പക്ഷേ അത് കഴിക്കുമ്പം ഡെയിലി അത് കഴിക്കാതിരിക്കുക. ഡെയിലി അത് പുഴുങ്ങി കഴിക്കാതിരിക്കുക. അതൊരു ആഴ്ചയിൽ ഒരു 2 തവണ ഏത്തയ്ക്ക പുഴുങ്ങി കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ അത് പുഴുങ്ങി കഴിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ പുട്ടിൻ്റെ കൂടെ കഴിക്കാതിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ കൂടെ ഒരു പ്രോട്ടീൻ ഉൾപ്പെടുത്തണം. ഞാനിപ്പോൾ എൻ്റെ ഫുഡ് റൂട്ടീൻ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ നമ്മുടെ നേന്ത്രപ്പഴം പുഴുങ്ങിയത് കഴിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചെറുപയർ പുഴുങ്ങിയതോ അല്ലെങ്കിൽ മുട്ട പുഴുങ്ങിയതോ ഒക്കെ ചേർത്താണ് കഴിക്കുന്നത്. അപ്പോൾ അതൊരു ബാലൻസ്ഡ് മീലായിരിക്കും. അല്ലാതെ ഇപ്പം നമ്മൾ പുട്ടും ഏത്തയ്ക്ക പുഴുങ്ങിയതും നല്ല ടേസ്റ്റാണ്. ഏത്തപ്പഴം പുഴുങ്ങിയതും. പക്ഷേ അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ഗെയിനിലേക്കാണ് അത് പോകുന്നത്. അത് ഭയങ്കരമായിട്ട് നമ്മുടെ ഇൻസുലിൻ സ്പൈക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് പുട്ടും നേന്ത്രപ്പഴമൊക്കെ. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ കേസ് വരുമ്പോഴത്തേക്കിനും മാംഗോസ് വണ്ണം വയ്ക്കും. ഈ ഗ്രേപ്സും അതുപോലെ തന്നെയാണ്. നേന്ത്രപ്പഴം പുഴുങ്ങിയത് അത് തന്നെയാണ്. ഇതെല്ലാം മോഡറേഷൻ, വൺസ് ഇൻ എ വീക്കോ അല്ലെങ്കിൽ ട്വൈസ് ഇൻ എ വീക്കോ കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ ബാക്കി എല്ലാ ഫ്രൂട്ട്സും ഈ മാതള നാരങ്ങ, ആപ്പിളൊക്കെ ഡെയിലി കഴിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല. ആപ്പിള്, മാതള നാരങ്ങ, റോബസ്റ്റ, ബനാന, മറ്റേ റോബസ്റ്റ പഴം,
ഇതൊക്കെ നമുക്ക് ഡെയിലി കഴിക്കാവുന്ന കാര്യങ്ങളാണ്. ഗ്രേപ്സ്, മാംഗോസ് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ മാംഗോ ഒക്കെ സീസണൽ ഫ്രൂട്ടാണ്. അപ്പം സീസൺ സമയത്ത് അതൊരു ആഴ്ച 2 പ്രാവശ്യമൊക്കെ കഴിച്ചുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് കഴിയുമ്പോൾ അതിൻ്റെ സീസൺ കഴിയുമ്പോൾ പിന്നെ അത് കഴിക്കുന്നില്ലല്ലോ. അങ്ങനെയാണ് നമ്മൾ ഫ്രൂട്ട്സിന്റെ കേസ് വരുമ്പോഴത്തേന്. അപ്പം ഇപ്പം ഞാൻ എല്ലാ ഫുഡിന്റെ കേസിലും ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളും അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ഇപ്പോൾ പ്രോട്ടീൻ ആണെങ്കിലും ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡിന്റെ കേസിലാണെങ്കിലും എല്ലാം ഞാൻ പറഞ്ഞു. അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ ചൂസ് ചെയ്ത് തന്നെ ഈ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർ കഴിക്കുക. അൺഹെൽത്തി ആയിട്ട് കഴിക്കാതിരിക്കുക. അൺഹെൽത്തി ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കതൊരു വെയിറ്റ് ഗെയിനിലേക്കേ പോകത്തുള്ളൂ. അത് മാത്രമല്ല, നമുക്ക് വേറെ അതിന് വേറെ പല എന്താ പറയുക, ഇപ്പം വെയിറ്റ്, ഇപ്പം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്നവർ ഇപ്പം സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റ് അങ്ങനെ ഭയങ്കര എന്താ പറയുന്നത് ഹെൽത്തി വേ ഓഫ് ഈറ്റിംഗ് അല്ലെങ്കിലും ആ പാറ്റേൺ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് എന്തായാലും കുറയും. വേറെ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ വണ്ണം വെക്കുന്ന തൈറോയ്ഡ് സംബന്ധമായ അസുഖങ്ങൾ, വെയിറ്റ് ഗെയിൻ വരുന്ന അസുഖങ്ങളുണ്ടല്ലോ, അതൊന്നും ഇല്ലെങ്കിൽ ഇപ്പം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എന്താ പറയുന്നത് ഭയങ്കര നല്ല ഹെൽത്തി ആയിട്ട് കഴിച്ചില്ലേലും ഒരുമാതിരി നമ്മുടെ വെയിറ്റ് സ്ലോ ആയിട്ടാണെങ്കിലും നമ്മുടെ വെയിറ്റ് കുറയും. അത് കുറയും എന്നുള്ള അത് ആ ഒരു പാറ്റേണിൻ്റെ ഒരു ഗുണമാണ്. അങ്ങനെ വെയിറ്റ് കുറയും എന്നുള്ളത്. എന്നാലും നമ്മൾ കഴിക്കുമ്പം അങ്ങനെ വെയിറ്റ് കുറഞ്ഞാലും നമ്മൾ ഹെൽത്തി ആയിട്ട് കഴിക്കുന്നതായിരിക്കും നമുക്ക് വേറെ എന്താ പറയുന്നത് നമുക്ക് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാതെ നമ്മുടെ ശരീരം ഹെൽത്തി ആയിട്ടിരിക്കാൻ അതായിരിക്കും, ഹെൽത്തി ആയിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഞാൻ ഒരു കാര്യവും കൂടെ പറയാൻ മറന്നുപോയി. നമ്മുടെ കഴിക്കേണ്ട ഫുഡിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഫെർമെൻറ്റഡ് ഫുഡുകൾ തീർച്ചയായിട്ടും കഴിക്കണം. അതായത് നമ്മൾ പുളിപ്പിച്ച്, അതായത് നമ്മുടെ ഈ അരി ഉഴുന്നും അരച്ചുള്ള കാര്യങ്ങൾ എന്നുവെച്ചാൽ നമ്മുടെ ദോശ ഇല്ലേ, അത് ഈ അരിക്ക് പകരം മില്ലറ്റ്സ്, നമ്മുടെ റാഗി ദോശ, റാഗിയൊക്കെ ആക്കിയാൽ മതി. പിന്നെ അല്ലെങ്കിൽ തൈര് പോലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. അപ്പം ഇങ്ങനെയുള്ള ഫെർമെൻറ്റഡ് ഫുഡ്, നല്ല ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡുകൾ കഴിക്കുക. അങ്ങനെയുള്ള ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ്. നമ്മുടെ നമ്മുടെ ഗട്ട് ഹെൽത്തിന്, നമ്മുടെ വയറ്റിലെ കാര്യത്തിന് അത് ഭയങ്കര നല്ലതാണ്. തൈര് ചേർന്നുള്ള ഫുഡുകൾ കഴിക്കുക, തൈര് കഴിക്കുക. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പുളിപ്പിച്ച് ഉണ്ടാക്കുന്ന ഇഡ്ഡലി, ദോശ കഴിക്കുക. അത് കൂടുതലും മില്ലറ്റ്സിൻ്റെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ്. പിന്നെ ഒരു കാര്യവും കൂടെ ഉണ്ട്. അപ്പം ഇത്രയും കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് കഴിക്കേണ്ടതും കഴിക്കേണ്ടാത്തതുമായ കാര്യങ്ങൾ പറഞ്ഞു. ഇനി മധുരത്തിൻ്റെ കാര്യം കൂടെ ഞാൻ പറഞ്ഞു നിർത്തിയേക്കാം. മധുരത്തിൻ്റെ കാര്യം തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മധുരം ഈ പറഞ്ഞ പോലെ എന്താ പറയുന്നത് വെയിറ്റ് വെക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ, ബ്ലഡിലെ നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ കൂട്ടുന്ന ഒരു കാര്യമാണ് മധുരം എന്ന് പറയുന്നത്. അപ്പം മധുരം ഒഴിവാക്കുക. മധുരം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ടൈപ്പ് ഷുഗറും ഒഴിവാക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്. കാരണം ഇപ്പം വൈറ്റ് ഷുഗർ ആണ് ഏറ്റവും പ്രോസസ്ഡ് ആയിട്ടുള്ള ഒരു ഷുഗർ എന്ന് പറയുന്നത് വൈറ്റ് ഷുഗർ ആണ്. അപ്പം അത് ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ വെയിറ്റ് പെട്ടെന്നാണ് കുറയുന്നത്. എൻ്റെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. ഷുഗർ ഒഴിവാക്കിയാൽ ഭയങ്കര നല്ലതായിട്ട് നമ്മുടെ ശരീരത്തിന് വെയിറ്റും കുറയും, നമ്മുടെ സ്കിന്നും കുറച്ചുകൂടെ നല്ലതായിട്ട് ഇമ്പ്രൂവ് ആവുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഷുഗർ ഒഴിവാക്കി കഴിഞ്ഞാൽ. പിന്നെ ഷുഗറിൻ്റെ തന്നെ പല ഫോമുകളാണ്, മീൻസ് മധുരത്തിൻ്റെ പല ഫോമുകളാണ് ഈ മറ്റേ ജാഗറിയും ഹണിയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അത് അത്രയും പ്രോസസ്ഡ് അല്ലെന്നേ ഉള്ളൂ. ബ്രൗൺ ഷുഗർ ആ കാര്യങ്ങളൊന്നും പ്രോസസ്ഡ് അല്ലെന്നേ ഉള്ളൂ. അപ്പോൾ പ്രോസസ്ഡ് അല്ലാതെ വരുമ്പം അതിൽ പല ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ജാഗറിക്കാണെങ്കിൽ കുറച്ച് അയൺ കണ്ടന്റ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അതെല്ലാം വെയിറ്റ് ഗെയിനിലേക്കാണ് പോകുന്നത്. ഈ ജാഗറി കഴിച്ചാലും ഹണി കഴിച്ചാലും എല്ലാം അതൊക്കെ ഹെൽത്തി ആണെന്ന് പറഞ്ഞാലും വെയിറ്റ് വെക്കും. ഈ നമ്മുടെ വൈറ്റ് ഷുഗറിനാണെങ്കിൽ ഒന്നുമില്ല, അത് ജസ്റ്റ് കലോറി മാത്രമാണ് നമ്മുടെ ഈ വൈറ്റ് ഷുഗർ. അതിൽ ഗുണങ്ങളൊന്നുമില്ല, ജസ്റ്റ് ആ ഒരു കലോറി നമുക്കൊരു എന്താ പറയുന്നത് ആ ഒരു കലോറി കുറച്ച് അടിച്ച് കയറ്റാമെന്നുള്ള ഒരൊറ്റ ഇത് മാത്രമേ ഉള്ളൂ നമ്മൾ വൈറ്റ് ഷുഗർ കഴിക്കുന്നുണ്ട്. അപ്പം വൈറ്റ് ഷുഗർ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ളവർ ഇപ്പം മധുരം എന്താ പറയുന്നത് കഴിച്ചേ പറ്റത്തു എന്നുള്ളവർ കൂടുതലും ഈ ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ ജാഗറി, ഹണി അങ്ങനെയുള്ള കാര്യമൊക്കെ വെച്ചത് റീപ്ലേസ് ചെയ്യുക.
ഈ വെയിറ്റ് ലോസ് ചെയ്യുന്നവർ എന്ന് വെച്ചാൽ അത് ഒരു വെയിറ്റ് ലോസിലേക്ക് എന്താ പറയുന്നത്, വെയിറ്റ് ലോസിന് നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത്. ചിലവർക്ക് ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞല്ലോ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരിക്കും, അതൊക്കെ കളയുക എന്നുള്ള മധുരം. അങ്ങനെ ബുദ്ധിമുട്ടായിട്ടുള്ളവർ കൂടുതലും മധുരം കഴിക്കാതിരിക്കുക എന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ ഈ ഡേറ്റ്സ്, റേസിൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. ബ്ലഡൊക്കെ കൂടാൻ ഭയങ്കര നല്ലതാണ് ഈ ഡേറ്റ്സ് എന്നുള്ള കാര്യം. അങ്ങനെ പറഞ്ഞാലും എന്താ പറയുന്നത്, വണ്ണം വയ്ക്കും. നമ്മൾ ഈന്തപ്പഴമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ, ഈന്തപ്പഴവും നമ്മുടെ ഉണക്കമുന്തിരിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ, ഡെയിലിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതൊരു വണ്ണം വെക്കുന്ന കാര്യം തന്നെയാണ്, വെയിറ്റ് ഗെയിൻ ഉള്ള കാര്യം തന്നെയാണത്. അതിന് വരെയും ഇവൻ ബ്ലഡ് കൗണ്ടൊക്കെ കൂടാനാണെങ്കിൽ ഏറ്റവും നല്ലത് ബീട്രൂട്ടാണ്. അപ്പം ബീട്രൂട്ടിൻ്റെ തോരനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് കൗണ്ട് കൂടാൻ. എന്തിനാണ് വെയിറ്റ് ലോസ് എന്താ പറയുന്നത്, വെയിറ്റ് ലോസ് ചെയ്യേണ്ടവർ ബ്ലഡ് കൗണ്ട് ഒക്കെ കൂടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് റാഗി കഴിക്കുന്നതാണ്. റാഗി കഴിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ഒത്തിരി മാറ്റം വരും. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ മസ്റ്റായിട്ട് കഴിക്കേണ്ട ഫുഡും മസ്റ്റായിട്ട് അവോയ്ഡ് ചെയ്യേണ്ട ഫുഡുകളും. അതായത് അൺഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ, അതായത് പ്രോസസ്ഡ് പ്രോട്ടീന്, പ്രോസസ്ഡ് മീറ്റ്, പ്രോസസ്ഡ് ആയിട്ടുള്ള ഡയറി പ്രോഡക്ട്സ്, അതൊക്കെ അൺഹെൽത്തിയാണ്. അതെല്ലാം അവോയ്ഡ് ചെയ്യുക. നല്ല മുട്ട, ചിക്കൻ ബ്രസ്റ്റ്, തോഫു, പനീർ, അങ്ങനെയുള്ള ചിക്ക് പീസ്, അതായത് വെള്ളക്കടല, ഇതൊക്കെ നല്ല പ്രോട്ടീനാണ്, ഇതെല്ലാം കഴിക്കുക. പിന്നെ ബീഫും മട്ടനും ഒക്കെ മാസത്തിലൊരിക്കൽ ആ ഒരു രീതിയിൽ കഴിക്കുക. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് എന്താ പറയുന്നത്, അമിതമാകാതെ ഒരു കൺട്രോൾ ചെയ്ത് കഴിക്കുക. ഡെയിലി ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് കഴിക്കണം, അതായത് നട്ട്സും സീഡ്സും ഇതെല്ലാം കഴിക്കണം. പക്ഷേ അത് കൺട്രോൾ ചെയ്ത് കഴിക്കുക. ഗീ ആണെങ്കിലും ബട്ടർ ആണെങ്കിലും എല്ലാം ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് ആണ്, അത് കൺട്രോൾ ചെയ്ത് കഴിക്കുക. പിന്നെ അൺഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് എന്ന് പറയുന്നത് ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, റിഫൈൻഡ് വെജിറ്റബിൾ ഓയിൽസ്, അതെല്ലാം അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതൊക്കെ ഒഴിവാക്കുക. പിന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെ കേസ് വരുമ്പോൾ വൈറ്റ് കളറിലുള്ള കാര്യങ്ങൾ, അതായത് വൈറ്റ് റൈസ്, മൈദ, ബിസ്ക്കറ്റ്, ബേക്കറി ഐറ്റംസ്, ഇതെല്ലാം ഈ ഒരു ഒഴിവാക്കേണ്ട കാർബോഹൈഡ്രേറ്റ്സ് ആണ്. കഴിക്കേണ്ട കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് മില്ലറ്റ്സ്, കീൻവ, ബ്രൗൺ റൈസ്, റെഡ് റൈസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിക്കേണ്ട കാർബോഹൈഡ്രേറ്റ്സ്. അപ്പം അത് കഴിക്കുക, ബാക്കിയുള്ളതൊക്കെ അവോയ്ഡ് ചെയ്യുക. പിന്നെന്താണ്, വെജിറ്റബിൾസിൻ്റെ കേസ് പറഞ്ഞല്ലോ, പൊട്ടറ്റോ ഒഴിവാക്കുക. ബാക്കിയുള്ള നമ്മുടെ ചേന, കാച്ചിൽ, ചേമ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോഡറേഷനിൽ കഴിക്കുക. അതും പക്ഷേ ഡെയിലി കഴിക്കുന്നത് നല്ലതല്ല, മോഡറേഷനിൽ കഴിക്കുക. വെയിറ്റ് ലോസ് ചെയ്യുന്ന ഒരു പൊട്ടറ്റോ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഫ്രൂട്ട്സിൻ്റെ കേസിൽ ഈ പറഞ്ഞ പോലെ ഒഴിവാക്കേണ്ട ഫ്രൂട്ട്സ് മാംഗോസ്, ഗ്രേപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. പിന്നെ ഇതൊക്കെയാണ്. പിന്നെ ഷുഗർ ഒഴിവാക്കുക, മധുരമുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. മധുരം തിന്നണമെന്ന് തോന്നുമ്പോൾ എന്താ പറയുന്ന ഒരു റോബസ്റ്റ പഴം എടുത്ത് കഴിക്കുക. റോബസ്റ്റ പഴം നല്ലതാണ്. അപ്പം നമ്മുടെ എന്താ പറയുന്നത്, ഞാൻ നേരത്തെ വീഡിയോസിൽ പറയുന്നുണ്ട്, നമ്മുടെ ഗുഡ് ബാക്ടീരിയാസിനെ നമ്മുടെ വയറ്റിലെ ബാഡ് ബാക്ടീരിയാസ് ആണ് നമ്മുടെ ക്രേവിങ്സും നമുക്ക് മധുരം തിന്നണമെന്നുള്ള തോന്നലും ഒക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മധുരമൊക്കെ തിന്നണമെന്ന് തോന്നുമ്പോഴത്തേക്കിനും ഒരു റോബസ്റ്റ പഴമൊക്കെ എടുത്ത് തിന്നു കഴിഞ്ഞാൽ അതങ്ങ് ശരിയാകും. അപ്പം ഇതാണ് എന്താ പറയുന്നത് ഇന്നത്തെ ഒരു വീഡിയോ. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ച് നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും, അതായത് ഹെൽത്തി ആയിട്ട് നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.